السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടുകൂടി വെള്ളിയാഴ്ച രാത്രികളിൽ തുടർച്ചയായി നാം പഠിച്ചുകൊണ്ടിരുന്ന അൽ അർബഊന നവവിയ്യ എന്ന വിഖ്യാതമായ ഹദീസ് ഗ്രന്ഥം, അതിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഹദീസുകൾ, അവയുടെ അർത്ഥവും ആശയവും സഹിതം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ടും നിഅമത്ത് കൊണ്ടുമാണ് ഇസ്ലാമിലെ ഏറ്റവും സുപ്രധാനമായ വിഷയങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു ഗ്രന്ഥം പഠിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ വിഷയത്തിൽ നന്ദിയുള്ളവരായി തീരുകയും ആ ഹദീസുകളിലൂടെയെല്ലാം നാം പഠിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങളെ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും നാം ഓരോരുത്തരും ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ്, ഇനി നാം ഒരു പഠന പരമ്പരയായിക്കൊണ്ട് തന്നെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പരിശുദ്ധ ഖുർആനിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ടും അതിൻ്റെ പാരായണവുമായി ബന്ധപ്പെട്ടുമെല്ലാം നാം മനസ്സിലാക്കേണ്ടുന്ന അടിസ്ഥാനപരമായ ഗൗരവമേറിയ ചില വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിന് ഈയുള്ളവൻ നൽകിയിട്ടുള്ള പേര് മിഅത്തു ഹദീസിൻ ഫി ഫളാഇലിൽ ഖുർആനി വ അഹ്ലിഹി വ അഹ്കാമി തിലാവത്തിഹി വ ആദാബി മുആമലത്തി. മിഅത്തു ഹദീസ്, 100 ഹദീസുകൾ. മിഅത്തു ഹദീസ്, 100 ഹദീസുകൾ. ഏത് വിഷയത്തിൽ? ഫി ഫളാഇലിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിൻ്റെ ഫള് വിശദീകരിക്കുന്ന, വ അഹ്ലിഹി, അതേപോലെ തന്നെ ഖുർആനിൻ്റെ അഹ്ലുകാരായ, ഖുർആനിൻ്റെ പഠിതാക്കളായ ആളുകളുടെ ശ്രേഷ്ഠതയും വിശദീകരിക്കുന്ന, അതിൻ്റെ കൂടെ വ അഹ്കാമി തിലാവത്തിഹി, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള വിധിവിലക്കുകൾ, ഹുക്കുമുകൾ, അതേപോലെ തന്നെ വ ആദാബി മുആമലത്തി, ഖുർആനിനെ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ. അങ്ങനെ ഇവയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്നിട്ടുള്ള 100ഓളം ഹദീസുകളുടെ വിശദീകരണവും അതിലടങ്ങിയ ആശയങ്ങൾ മനസ്സിലാക്കുവാനുമാണ് ഈ ഒരു ദർസുകളിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ ഫളലുമായി ബന്ധപ്പെട്ട് ധാരാളം കിതാബുകൾ, ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള കിതാബുകൾ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. ഖുർആനിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് 40 ഹദീസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വ്യത്യസ്തങ്ങളായ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ അഹ്കാമുകളുമായി ബന്ധപ്പെട്ടുള്ള, തിലാവത്തിൻ്റെ മര്യാദകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പണ്ഡിതന്മാർ ക്രോഡീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പരിശുദ്ധ ഖുർആനിൻ്റെ ഫളലുമായി ബന്ധപ്പെട്ട് പൂർവികരും ആധുനികരുമായ ധാരാളം പണ്ഡിതന്മാർ ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കുകയും അവയെല്ലാം വിശദീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഉദ്ദേശിക്കുന്നത് അത്തരം ഗ്രന്ഥങ്ങളിൽ നിന്ന് സമാഹരിച്ചുകൊണ്ട്, ഹദീസിൻ്റെ കിതാബുകളിൽ നിന്നും അതേപോലെ തന്നെ മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്നുമെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ ഈയുള്ളവന് പറയേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടുള്ള വിഷയങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്, ഒരു പഠന പരമ്പരയാണ് യഥാർത്ഥത്തിൽ മിഅത്തു ഹദീസിൻ ഫി ഫളാഇലിൽ ഖുർആനി വ അഹ്ലിഹി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു പഠന പരമ്പര. പറയണമെന്നും പഠിക്കണമെന്നും വിദ്യാർത്ഥികൾ അനിവാര്യമായും മനസ്സിലാക്കിയിരിക്കണമെന്നും ഈയുള്ളവന് തോന്നിയിട്ടുള്ള, ഞാനടക്കമുള്ള മുഴുവൻ ആളുകളും മനസ്സിലാക്കൽ അനിവാര്യമാണ് എന്ന് തോന്നിയിട്ടുള്ള വിഷയങ്ങളാണ് ഈ ഒരു സമാഹാരത്തിലൂടെ ഈയുള്ളവൻ ക്രോഡീകരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു തെരഞ്ഞെടുക്കലിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. ശരിയായ രൂപത്തിൽ ഈ ഹദീസുകൾ മനസ്സിലാക്കുവാനും അത് വിശദീകരിക്കുവാനും
അത് നമുക്കൊക്കെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. ഈ ഒരു പഠന പരമ്പരയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ ബറക്കത്തുകളും നൽകുമാറാകട്ടെ. യഥാർത്ഥത്തിൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു വാചകം ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വാദിക്കുന്നുവെങ്കിൽ അതിൻ്റെ അടയാളമായി അയാൾക്ക് തന്നെ പരിശോധിക്കുവാനുള്ള ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള തൻ്റെ ബന്ധം എങ്ങനെയാണ് എന്ന് പരിശോധിക്കുക. എങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്ന അവകാശവാദം ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്നതാണ്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത്. നാം യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ, അത് തെറ്റായ പിശാച് വെറുതെ തോന്നിപ്പിക്കുന്ന ഒരു ചിന്തയാണോ അതല്ല ആത്മാർത്ഥമായിട്ടാണോ എന്ന് പരിശോധിക്കാനുള്ള ഏകമാർഗം പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മളുടെ ബന്ധം എങ്ങനെയാണ് എന്ന് പരിശോധിക്കലാണ്. കാരണം അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആനിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർക്ക് പരിശുദ്ധ ഖുർആനിനെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഖുർആനിനോടുള്ള സ്നേഹം എന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രകടനം തന്നെയാണ്, അതിൻ്റെ ഒരു ബുർഹാനാണ്, അതിൻ്റെ ഒരു തെളിവാണ് എന്നാണ് മഹാനായ ഈ പണ്ഡിതൻ സൂചിപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ നാമൊക്കെ നമ്മളിൽ മഹാഭൂരിപക്ഷവും പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളാണ്. വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉപയോഗിച്ച് പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരാണ്. എല്ലാം ശരിയാണ്. പക്ഷേ പലപ്പോഴും നാം ഖുർആൻ പഠിക്കുന്നുണ്ട്, അതിൻ്റെ പഠിതാക്കളാണ് എന്നല്ലാതെ ഒരു പഠിതാവിന് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടുന്ന ഒരുപാട് ഗുണങ്ങൾ, അതേപോലെ തന്നെ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടുന്ന മര്യാദകൾ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അതിൻ്റെ തഫ്സീറുകൾ കൈകാര്യം ചെയ്യുമ്പോഴും ഖുർആനിനെ മനസ്സിലാക്കുന്നിടത്തും അതിൻ്റെ പാരായണങ്ങൾ മനസ്സിലാക്കുന്നിടത്തും അനിവാര്യമായും നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ചൊക്കെ പലപ്പോഴും നാം അജ്ഞരാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ നാം പഠിക്കുന്നു എന്നല്ലാതെ പലപ്പോഴും അതിൻ്റെ പരിപൂർണമായ ഒരു ബറക്കത്ത് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് സാധിക്കാതെ പോയിരിക്കുന്നു. ഒരു പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാവിന് ശരിയായ രൂപത്തിലുണ്ടായിരിക്കേണ്ടുന്ന, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന ഒരുപാട് ബറക്കത്തുകളുണ്ട്, ഖൈറാത്തുകളുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്തരം ബറക്കത്തുകൾ, റഹ്മത്തുകൾ, ഖൈറാത്തുകൾ, അടയാളങ്ങൾ കാണപ്പെടാത്തത് ശരിയായ രൂപത്തിൽ ഖുർആൻ പഠിക്കേണ്ടുന്ന രൂപത്തിൽ അതിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് പഠിക്കാനും മനസ്സിലാക്കുവാനും നാം ശ്രമിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വിഷയം ഏറെ പ്രസക്തമായി തീരുന്നത്. പരിശുദ്ധ ഖുർആനിനെ ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഖുർആനിൻ്റെ പഠിതാക്കളിൽ ഉണ്ടായിരിക്കേണ്ടുന്ന മര്യാദകളും ഗുണങ്ങളും എന്തൊക്കെയാണ് തുടങ്ങിയ വിഷയങ്ങളാണ് നാം ചർച്ച ചെയ്യുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അള്ളാഹ് ആദ്യമായി നാം വ്യത്യസ്ത അധ്യായങ്ങളിലായിക്കൊണ്ട്, വ്യത്യസ്ത ഹെഡിങ്ങുകളിലായിക്കൊണ്ട്, വ്യത്യസ്ത വിഷയങ്ങളിലായിക്കൊണ്ടാണ് ഈ 100 ഹദീസുകൾ വിശദീകരിക്കുന്നത്. എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ദർസ് കേൾക്കുന്ന ആളുകൾ പരമാവധി ഈ ഹദീസുകളെ അവയുടെ സനദ് സഹിതം തന്നെ ഹിഫ്ളാക്കാൻ ശ്രമിക്കണമെന്നാണ്. ഇനി സനദോടുകൂടി ഹിഫ്ളാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർ ഇതിൻ്റെ മത്തിനും ഏറ്റവും ചുരുങ്ങിയത് ഉദ്ധരിച്ച സ്വഹാബി, ഏത് മുഹദ്ദിസാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ ആ ഹദീസിൻ്റെ മത്തിന്, അതിൻ്റെ ഉള്ളടക്കം അതെങ്കിലും ഹിഫ്ളാക്കാൻ വിദ്യാർത്ഥികളും ഈ ദർസ് കേൾക്കുന്ന ആളുകളും പരമാവധി സാധിക്കുന്ന ആളുകൾ ശ്രമിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വ്യത്യസ്തങ്ങളായ ഹെഡിങ്ങുകളിലൂടെയാണ് നമ്മളിത് കൈകാര്യം ചെയ്യുക. പരിശുദ്ധ ഖുർആനിൻ്റെ ഫള് നാം വിശദീകരിക്കും, പിന്നീട് പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളുടെ ഫള് വിശദീകരിക്കും, ഖുർആൻ പാരായണത്തിൻ്റെ ഫള് വിശദീകരിക്കും, ഖുർആൻ പഠനത്തിൻ്റെ ഫള് വിശദീകരിക്കും, ഖുർആനിനെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മര്യാദകളുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ നമ്മൾ വിശദീകരിക്കും, ഖുർആനിൻ്റെ പാരായണ മര്യാദകളും അതിൻ്റെ അർത്ഥവും അതിൻ്റെ തഫ്സീറും മനസ്സിലാക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി വ്യത്യസ്ത ഹെഡിങ്ങുകളിലായിട്ടാണ് നമ്മൾ ഈ 100 ഹദീസുകൾ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ വിഷയത്തിലെയും മർമ്മപ്രധാനമായ ഹദീസുകളിൽ ഒന്നാണ് നാം വിശദീകരിക്കുക.
പിന്നീട് അതിന് ഉപോത്ബലകമായ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽ നിന്ന് നാം തെളിവുകൾ കൊണ്ടുവരും. അതേപോലെ തന്നെ അതിനെ പിന്താങ്ങുന്ന മറ്റ് ഹദീസുകളും അതേപോലെ തന്നെ സ്വഹാബികളിൽ നിന്നുള്ള അസറുകളും പണ്ഡിതന്മാരുടെ ഏറ്റവും ചെറിയ രൂപത്തിലുള്ള വിശദീകരണങ്ങളും നാം ഇവിടെ വിശദീകരിക്കുകയും ചെയ്യും. ആ രൂപത്തിലായിരിക്കും ഇൻഷാ അള്ളാഹ് നമ്മളുടെ ദർസ് മുന്നോട്ട് പോവുക. കഴിവിൻ്റെ പരമാവധി ഒരു ദർസും നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. അതോടൊപ്പം തന്നെ മാക്സിമം ആളുകളിലേക്ക് ഈ ദർസിനെ എത്തിക്കുവാൻ ഇത് കേൾക്കുന്ന ഓരോ ആളുകളും പരിശ്രമിക്കുകയും വേണം. നാം മറ്റൊരാൾക്ക് അയച്ചു കൊടുത്താൽ അതിലൂടെ ഉണ്ടാകുന്ന എന്തെല്ലാം ഖൈറുകളും ബറക്കത്തുകളുമുണ്ടോ അതിൻ്റെ ഓഹരി അല്പം പോലും കുറഞ്ഞു പോകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് നാം കേട്ട് നമ്മിൽ അത് പരിമിതമാക്കാതെ തീർച്ചയായും ഇതിൻ്റെ ഖൈറാത്തുകൾ ബറക്കത്തുകൾ മറ്റുള്ളവർക്ക് കൂടി ലഭിക്കാൻ വേണ്ടി മറ്റുള്ളവർക്കും പരമാവധി നമ്മളിത് എത്തിച്ചു കൊടുക്കണം. നാം പഠിക്കുന്ന ഓരോ ഹദീസുകളും പരമാവധി ഹിഫ്ളാക്കാൻ ശ്രമിക്കണം. അതിന് ഒരുപാട് ഖൈറുകളും ബറക്കത്തുകളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിആന നടത്തിക്കൊണ്ട് ഒന്നാമത്തെ ഹദീസ് നമുക്ക് മനസ്സിലാക്കാം. ഫളായിലുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഫളലുമായി ഖുർആനിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാമത്തെ ഹദീസാണ് നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ഹദ്ദസനാ ഹജ്ജാജ് ബിനു മിൻഹാലിൻ ഹദ്ദസനാ ശുഅബത്തു ഖാല അഖ്ബറനി അൽഖമത്തു ബിനു മർസദിൻ സമിഅ്തു സഅദ് ബിന ഉബൈദ അൻ അബി അബ്ദിർറഹ്മാൻ السلمي عن عثمان بن عفان رضي الله تعالى عنه عن النبي صلى الله عليه وسلم قال خيركم من تعلم القرآن وعلمه قال وأقرأ أبو عبد الرحمن في إمرة عثمان حتى كان الحجاج قال وذاك الذي أقعدني مقعدي هذا. ഇതാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുള്ളത്. അതിൻ്റെ സനദാണ് നാം ആദ്യം വായിച്ചത്. ഹദ്ദസനാ ഹജ്ജാജ് ഇബ്നു മിൻഹാൽ ഹദ്ദസനാ ശുഅബത്തു ഖാല അഖ്ബറനി അൽഖമത്തു ബിനു മർസദിൻ സമിഅ്തു സഅദ് ബിന ഉബൈദ അൻ അബി അബ്ദിർറഹ്മാൻ السلمي عن عثمان رضي الله عنه عن النبي صلى الله عليه وسلم قال. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ് ഇമാം ബുഖാരി വരെയുള്ള ആ സനദ്, കുറ്റമറ്റ സനദ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇനി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പറയുന്നു, ഖാല അഥവാ ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറായവൻ, ഉത്തമൻ, ഏറ്റവും ഖൈറായവൻ, മൻ തഅല്ലമൽ ഖുർആന, ഖുർആൻ പഠിക്കുന്നവനാണ്, വഅല്ലമഹു, അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്തമരായ ആളുകൾ. ഇതാണ് ആ ഹദീസിലെ ആശയം, അതിൻ്റെ മത്ന്. ഖാല, അദ്ദേഹം പറയുന്നു, അഥവാ ഇത് പറഞ്ഞിട്ടുള്ളത് സഅദ് ബിനു ഉബൈദ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറയുകയാണ്, വ അഖറഅ അബൂ അബ്ദുർറഹ്മാൻ അസ്സുലമി, അഥവാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള താബിഈ പണ്ഡിതനാണ്. പരിശുദ്ധ ഖുർആനിൽ വലിയ പാണ്ഡിത്യമുള്ള വ്യക്തിത്വമായിരുന്നു. ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാനാണ്, മഹാനായ താബിഈയാണ് അബൂ അബ്ദിർറഹ്മാൻ അസ്സുലമി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തെ സംബന്ധിച്ച് സഅദ് ബിൻ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വ അഖറഅ അബൂ അബ്ദുർറഹ്മാൻ അസ്സുലമി റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഫീ ഇമ്രത്തി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ, അവിടുന്ന് തുടങ്ങി ഏതുവരെ? ഹത്താ കാനൽ ഹജ്ജാജ് ബിൻ യൂസുഫ് ഭരണമേറ്റെടുക്കുന്നത് വരെ,
അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം വരെ സുദീർഘമായ ഒരു കാലഘട്ടം അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റളിയല്ലാഹു തആല അൻ ജനങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ആര്? അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റളിയല്ലാഹു തആല അൻ, അദ്ദേഹം പറഞ്ഞു, വദാകല്ലദീ അഖഅദനി മഖഅദി ഹാദാ, എന്നെ ഈ സീറ്റിൽ ഇത്രയും വർഷം പിടിച്ചിരുത്തിയത് ഈ ഒരു ഹദീസാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിപ്പിക്കുന്ന ആ ഒരു മഖാമിൽ, ആ ഒരു സ്ഥാനത്ത് വർഷങ്ങളോളം ഞാൻ നിൽക്കാനുള്ള കാരണം ഈ ഒരു ഹദീസാണ് എന്ന് അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റളിയല്ലാഹു അൻ വിശദീകരിച്ചു. കാരണം ഏറ്റവും ഉത്തമമായ പ്രവർത്തനമെന്നത്, ഏറ്റവും ഉത്തമമായ ഇബാദത്ത് എന്നത് പരിശുദ്ധ ഖുർആൻ പഠിക്കലും അത് പഠിപ്പിക്കലുമാണ്. അപ്പോൾ തീർച്ചയായും ഏറ്റവും ഉത്തമമായ സ്ഥാനം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകൾക്ക് ലഭിക്കാനുള്ള കാരണം എന്താണ്? യാതൊരു സംശയവും വേണ്ട, അത് ഖുർആനിൻ്റെ മഹത്വമാണ്. ഖുർആനിൻ്റെ മഹത്വമാണ് ഈ വ്യക്തിയിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു മഹത്വം ലഭിക്കുമായിരുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ നിന്ന് അതിനുള്ള ശവാഹിദുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറയുന്നത്, ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്, ഇത് മഹത്വമേറിയ ഒരു ഖുർആനാണ്. ലൗഹുൽ മഹ്ഫൂദിൽ അത് സംരക്ഷിതമായ ഫലകങ്ങളിൽ അത് സൂക്ഷിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് മജീദായ മഹത്വമേറിയ ഖുർആൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സൂറത്തുൽ വാഖിഅയിൽ നമുക്ക് കാണാം, ഇന്നഹു ലഖുർആനുൻ കരീം, തീർച്ചയായും ഈ പരിശുദ്ധ ഖുർആൻ മാന്യമായ, ആദരവേറിയ, ബഹുമാനമേറിയ ഒരു ഖുർആനാകുന്നു. ഫീ കിതാബിൻ മക്നൂൻ, സുരക്ഷിതമായ ഒരു കിതാബിലാണുള്ളത്. ലൗഹുൽ മഹ്ഫൂദാണ് ഉദ്ദേശം. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, പരിശുദ്ധരാക്കപ്പെട്ടവരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു. അപ്പോൾ പരിശുദ്ധരായ മുതഹ്ഹരീങ്ങളായ മലക്കുകളല്ലാതെ ലൗഹുൽ മഹ്ഫൂദിലെ ആ ഖുർആനിനെ സ്പർശിക്കുന്നതല്ല. ഈ ദുനിയാവിലും അങ്ങനെ തന്നെ പരിശുദ്ധരായവരാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. അത് ലൗഹുൽ മഹ്ഫൂദിൽ സുരക്ഷിതമായി ഉള്ള ഗ്രന്ഥമാണ്, മഹത്വമേറിയ ഖുർആനാണ് പരിശുദ്ധ ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിയയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിലെ 88-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതൂ ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറ, മനുഷ്യരും ജിന്നുകളും മൊത്തം ഒരുമിച്ച് കൂടിയാൽ എന്തിനു വേണ്ടി? ഈ പരിശുദ്ധ ഖുർആൻ പോലെ തത്തുല്യമായ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി ജിന്നുകളും മനുഷ്യരും ഒരുമിച്ച് കൂടുകയും വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറ, പരസ്പരം ജിന്നുകളും മനുഷ്യരും സഹകരിച്ചു പ്രവർത്തിച്ചാൽ പോലും തത്തുല്യമായ ഒരു കിതാബ്, ഒരു ഖുർആനിനെ കൊണ്ടുവരിക സാധ്യമല്ല. അപ്പോൾ സൃഷ്ടികൾ ഒരുമിച്ച് കൂടിയാൽ, പരസ്പരം സഹകരിച്ചാൽ പോലും പരിശുദ്ധ ഖുർആൻ പോലെ ഒരു ഗ്രന്ഥമോ ഒരു അധ്യായമോ ഒരു ആയത്തോ കൊണ്ടുവരിക സാധ്യമല്ല. അത്രയും ഉന്നതമാണ് പരിശുദ്ധ ഖുർആൻ. സൂറത്തുൽ അംബിയായിലെ 50-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഹാദാ ദിക്റും മുബാറകുൻ അൻസൽനാഹു അഫഅൻതും ലഹു മുൻകിറുൻ. വഹാദാ ദിക്റുൻ, ഇതൊരു ദിക്റാകുന്നു, ഒരു ഉത്ബോധനമാകുന്നു. പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചാണ്. എങ്ങനെയുള്ളതാണത്? മുബാറക്കുൻ, അനുഗ്രഹീതമാണ്, എല്ലാ ബറക്കത്തുകളുമുള്ള ഗ്രന്ഥമാണ്. മുബാറക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ബറക്കത്തുകളുമുള്ള ഗ്രന്ഥം. അൻസൽനാഹു, നാം ഇത് അവതരിപ്പിച്ചിരിക്കുന്നു. അഫ അൻതും ലഹു മുൻകിറുൻ, എന്നിട്ടും നിങ്ങൾ അതിനോട് നിഷേധം കാണിക്കുകയാണോ? അപ്പോൾ പരിശുദ്ധ ഖുർആൻ എല്ലാ അർത്ഥത്തിലും ബറക്കത്തേറിയ, ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞിട്ടുള്ള ഗ്രന്ഥമാണ്. സൂറത്തുൽ അൻആമിലെ 92-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്, നാം അവതരിപ്പിച്ചിട്ടുള്ള ഈ ഒരു ഗ്രന്ഥം മുബാറക്കുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. മുസദ്ദിഖുല്ലദീ ബൈന യദൈ, ഇതിനു മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ അത് സത്യപ്പെടുത്തുന്നു. വലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ, മക്കയിലെയും അതിൻ്റെ പരിസരങ്ങളിലുള്ള ലോകങ്ങളിലെയും ആളുകൾക്ക്
താക്കീത് നൽകാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടത്. വല്ലദീന യുഅ്മിനൂന ബിൽ ആഖിറതി യുഅ്മിനൂന ബിഹി, പരലോകത്തിൽ വിശ്വസിക്കുന്നവർ ഖുർആനിലും വിശ്വസിക്കുന്നു. വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, അവർ നമസ്കാരം വളരെ കൃത്യമായി കാത്തു സൂക്ഷിച്ചു പോരുന്ന ആളുകളുമാകുന്നു. ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആൻ മഹത്വമേറിയ ആദരവേറിയ ഗ്രന്ഥമാണ്. തത്തുല്യമായതൊന്നു കൊണ്ടുവരാൻ സൃഷ്ടികൾ ഒന്നടങ്കം ശ്രമിച്ചാലും സാധ്യമല്ല. എല്ലാ ബറക്കത്തുകളുടെയും കേദാരമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും ഖൈറുള്ളവൻ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം കൊണ്ട് തന്നെ ലഭിക്കുന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇമാം ബുഖാരി റഹിമഹുല്ലക്ക് നൽകപ്പെട്ട ഷറഹുകളിൽ ഒന്നാണ് ഇബ്നു ബത്താൽ റഹിമഹുല്ലയുടെ ഷറഹ്. ആ ഷറഹിൽ അദ്ദേഹം പറയുന്നത്, ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, ഹദീസു ഉസ്മാന യദുല്ലു അന്ന ഖിറാഅത്തൽ ഖുർആൻ അഫ്ദലു അഅമാലിൽ ബിർരി കുല്ലിഹാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഈ ഹദീസ് എന്തിന് തെളിവാണ്? സൽക്കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സൽക്കർമ്മം പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാണ് എന്നതിന് അതിൽ തെളിവുണ്ട്. കാരണം എന്താണ്? ലിഅന്നഹു ലമ്മാ കാന മൻ തഅല്ലമൽ ഖുർആന ഔ അല്ലമഹു അഫ്ദലുൻ നാസി വഖൈറുഹും, പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ജനങ്ങളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദല്ല ദാലിക അലാ മാ ഖുൽന, ഈ ഹദീസ് തന്നെ മതി ഖുർആനിൻ്റെ പാരായണമാണ് ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യകർമ്മം എന്നതിന് തെളിവ്. കാരണം ലിഅന്നഹു ഇന്നമാ വജബത് ലഹുൽ ഖൈരിയ്യത്തു വൽ ഫദ്ലു മിൻ അജ്ലിൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്ന ആൾ അഫ്ളലാവാനുള്ള കാരണം അത് ഖുർആൻ കാരണം കൊണ്ടാണ്, പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം കൊണ്ടാണ് ഖുർആനിൻ്റെ പഠിതാക്കൾക്ക് മഹത്വമുണ്ടായത്, അത് പഠിപ്പിക്കുന്നവർക്കും മഹത്വമുണ്ടായത്. അതുകൊണ്ട് ഏറ്റവും പുണ്യകരമായ കാര്യമെന്നത് ഖുർആനിൻ്റെ പാരായണമാണ്, അതിൻ്റെ പഠനമാണ്, ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, അത് പഠിപ്പിക്കലാണ് എന്നൊക്കെ വളരെ കൃത്യമായി ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ച് തരികയാണ്. അതുതന്നെയാണ് അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നമുക്കിത് പറഞ്ഞു തരുന്ന മഹാനായ താബിഈ, അദ്ദേഹം പറഞ്ഞത്, ഫദാക്കല്ലദീ അഖഅദനി ഫീ മഖഅദി ഹാദാ, എന്നെ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ ഒരു സ്ഥാനത്ത് ഇത്രയും വർഷം ഒരു മടുപ്പുമില്ലാതെ ഇരുത്തിയത് ദുനിയാവിൻ്റെ എന്തെങ്കിലും മോഹങ്ങളല്ല, മറിച്ച് ഈ ഒരു ഹദീസിൽ പറയപ്പെട്ടിട്ടുള്ള ആ ഒരു ശ്രേഷ്ഠത നേടിയെടുക്കുവാൻ വേണ്ടിയാണ്, ഈ ഒരു ശ്രേഷ്ഠത നേടിയെടുക്കുവാൻ വേണ്ടിയാണ്. എത്രത്തോളമായിരുന്നു അദ്ദേഹം ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാ ഫത്ഹുൽ ബാരിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുകയാണ്, ബൈന അവ്വലി ഖിലാഫത്തി ഉസ്മാൻ വ ആഖിരി വിലായത്തിൽ ഹജ്ജാജ് 72 സന. അദ്ദേഹം പറയുകയാണ്, ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അത് തുടങ്ങിയിട്ടുണ്ട്, ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെ കാലഘട്ടം വരെ അതുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് അതിൻ്റെ ഏറ്റവും ദൈർഘ്യമേറിയ കാലം പരിഗണിച്ചാൽ അത് 72 വർഷമാണ്. കാരണം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് തുടങ്ങിയത് മുതൽ ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെ ഖിലാഫത്ത് അവസാനിക്കുന്നത് വരെ ഉള്ള കാലഘട്ടം പരിശോധിച്ചാൽ 72 വർഷമാണ്. ഇല്ലാ സലാസത അശ്ഹുർ, 3 മാസം കുറവുണ്ടാകും. വബൈന ആഖിരി ഖിലാഫത്തി ഉസ്മാൻ, ഇനി രണ്ടാമത്തെ സാധ്യത എന്താണ്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അവസാന കാലഘട്ടത്തിലെ ആ ഒരു കാലഘട്ടവും വ അവ്വലി വിലായത്തിൽ ഹജ്ജാജ്, ഹജ്ജാജിൻ്റെ ഭരണത്തിൻ്റെ തുടക്ക കാലഘട്ടവും പരിശോധിച്ചാൽ 38 സന, എന്നാലുമുണ്ട് 38 വർഷം. എന്ന് പറഞ്ഞാൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഭരണം തുടങ്ങിയ തുടക്കവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും അവസാനവും രണ്ടും പരിഗണിച്ചാൽ പോലും 38 വർഷമുണ്ട്. എന്നാൽ എപ്പോഴാണ് തുടങ്ങിയത് എപ്പോഴാണ് അവസാനിച്ചത് എന്ന് പറയുക സാധ്യമല്ല. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് 40 വർഷമെങ്കിലും, അതിനേക്കാൾ കൂടുതലാണ്, എന്നാലും ഏറ്റവും ചുരുങ്ങിയത് എന്നുള്ള നിലക്ക് ഉലമാക്കൾ പറഞ്ഞത് 40 വർഷമെങ്കിലും അദ്ദേഹം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ വ്യാപൃതനായി എന്നാണ്. അങ്ങനെ വ്യാപൃതനാവാനുള്ള കാരണം നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ
ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന ഹദീസാണ്. ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയ ഈ ഹദീസിൻ്റെ ഷറഹിൽ വലാ ശക്ക, ഒരു സംശയവും വേണ്ട, അന്നൽ ജാമിഅ ബൈന തഅല്ലുമുൽ ഖുർആനി വ തഅലീമിഹി, ഖുർആൻ പഠിക്കുക മാത്രമല്ല വ തഅലീമിഹി, അത് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. മുകമ്മിലുൻ ലിനഫ്സിഹി വലിഗൈരിഹി, ആ വ്യക്തി സ്വന്തം നഫ്സിനെയും നന്മകളിൽ പുണ്യത്തിൽ പൂർത്തീകരിക്കുന്നു, അതോടൊപ്പം വലിഗൈരിഹി മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നു. ജാമിഉൻ ബൈന നഫ്ഇൽ ഖാസിരി വൻ നഫ്ഇൽ മുതഅദ്ദി, നഫ്ഉൽ ഖാസിറുണ്ട്, നഫ്ഉൽ മുതഅദ്ദി ഉണ്ട്. നഫ്ഉൽ ഖാസിർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക, ആ ഇബാദത്തിൻ്റെ ഖൈർ അയാളിൽ മാത്രം പരിമിതമാണ്, മറ്റുള്ളവർക്ക് ലഭിക്കില്ല, അതിനാണ് നഫ്ഉൽ ഖാസിർ എന്ന് പറയുക. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, സ്വയം പഠിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയുള്ളവരുടെ ഉപകാരം അവരിൽ മാത്രം ഒതുങ്ങുന്നില്ല, ആ വ്യക്തിക്കുള്ള ഇൽമ് മറ്റുള്ളവർക്ക് കൂടി കിട്ടുന്നു, അങ്ങനെ മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടുന്നു. അതിനാണ് അന്നഫ്ഉൽ മുതഅദ്ദി എന്ന് പറയുക, മറ്റുള്ളവരിലേക്കും എത്തുക. വേറെ ചില ആളുകൾ സ്വന്തത്തിൽ ഉപകാരപ്പെടുത്താതെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും അഫ്ളലായ ഭാഗം ഏതാണ്? സ്വയം പഠിക്കുകയും ഉപകാരപ്പെടുത്തുകയും ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി പഠിപ്പിച്ചു കൊടുക്കുകയും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോഴാണ് അതൊരു പുണ്യത്തിൻ്റെ ഏറ്റവും സമ്പൂർണ്ണതയിലെത്തുന്നത്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൻ്റെ സമ്പൂർണ്ണതയിൽ ഒരു വ്യക്തി എത്തുന്നത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അപ്പോൾ സ്വന്തത്തിന് ഉപകാരപ്പെട്ടു, വഅല്ലമഹു അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് മറ്റുള്ള ആളുകൾക്കും ഉപകാരപ്പെടുന്നതാണ്. വലിഹാദാ കാന അഫ്ളല വഹുവ മിൻ ജുംലതി മൻ അനാ സുബ്ഹാനഹു വതആല ബിഖൗലിഹി വമൻ അഹ്സനു ഖൗലൻ മിമ്മാ ദഅാ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, സൂറത്തു ഫുസ്സിലത്തിലെ വചനമാണ്, വമൻ അഹ്സനു ഖൗലൻ, ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ, വഅമില സാലിഹൻ, എന്നിട്ട് അയാൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു അഫ്ളലിയത്തിനെ ജംഅ് ചെയ്തിട്ടുണ്ട്. എന്താണത്? ആദ്യം തന്നെ പറഞ്ഞത് നഫ്ഉൽ മുതഅദ്ദിയാണ്. എന്താണ് നഫ്ഉൽ മുതഅദ്ദി? മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അതാണ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ. അപ്പോൾ മറ്റുള്ളവർക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന ദഅവത്തിനെയാണ് ഇവിടെ ആദ്യം എടുത്തു പറഞ്ഞത്. പിന്നെയാണ് പറഞ്ഞത് വഅമില സാലിഹൻ, അയാളും സ്വയം സൽക്കർമ്മം പ്രവർത്തിക്കുന്ന ആളാണ്, അത് രണ്ടാമതാണ് പറഞ്ഞത്. കാരണം ഒരാൾ അമലുസ്സാലിഹാത്തുകൾ സ്വയം ചെയ്യുമ്പോൾ അതിൻ്റെ ഉപകാരം അയാളിൽ മാത്രമാണ് ഒതുങ്ങുന്നത്. എന്നാൽ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഉപകാരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തുന്നു. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, എന്നിട്ട് പറയുകയാണ് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും അഫ്ളലായ ഒരു സ്വഭാവമെന്നത് നന്മകൾ സ്വയം ഉൾക്കൊള്ളൽ മാത്രമല്ല, അത് പരമാവധി മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കലാണ്. അപ്പോൾ നഫ്ഉൽ ഖാസിർ അതും ഉണ്ടാകുന്നുണ്ട്, നഫ്ഉൽ മുതഅദ്ദി മറ്റുള്ളവരിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള ഉപകാരവും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെക്കുറിച്ച് പറഞ്ഞിടത്ത് ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറായവൻ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനാകുന്നു. വദ്ദുആഉ ഇലല്ലാഹി യഖഉ ബിഉമൂരിൻ ശത്താ മിൻ ജുംലതിഹാ തഅലീമുൽ ഖുർആൻ വഹുവ അഷ്റഫുൽ ജമീഅ. എന്നിട്ട് ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാഹ് പറയുന്നത്, അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള ക്ഷണം വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് നടത്താൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിൽ ഏറ്റവും അഷ്റഫായതും അതിൽ ഉൾപ്പെട്ടതുമാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കൽ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കൽ ഏറ്റവും വലിയൊരു ദഅവത്താണ്. ഏറ്റവും അഫ്ളലായ ദഅവത്തുകളിലൊന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നത്. പല ആളുകളുടെയും ചിന്തയിലേക്ക് വരാത്തൊരു കാര്യമാണത്. പല ആളുകളും ധരിച്ചിട്ടുള്ളത് ദഅവത്ത് എന്ന് പറഞ്ഞാൽ അത് സ്റ്റേജുകൾ കെട്ടിയുള്ള പ്രഭാഷണമാണ്, സംവാദങ്ങളാണ്, വാദപ്രതിവാദങ്ങളാണ്, അമുസ്ലിമീങ്ങളോട് സംസാരിക്കലാണ്.
ഇത് മാത്രമാണ് ദഅവത്ത് എന്ന് പലരും ധരിച്ചിരിക്കുന്നു. മുസ്ലിം അല്ലാത്ത ഒരാളെ ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ അതാണ് ദഅവത്ത്, പബ്ലിക്കിലുള്ള പ്രഭാഷണമാണ് ദഅവത്ത് എന്ന് പലരും ധരിച്ചിരിക്കുന്നു. എന്നാൽ അറിയുക, അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള ദഅവത്തിൽ ഏറ്റവും വലിയ ദഅവത്ത് ഖുർആൻ പഠിപ്പിക്കലാണ്. അതിനേക്കാൾ വലിയൊരു ദഅവത്ത് വേറെ ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതെന്താണ്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ധകാരത്തിൽ കഴിഞ്ഞ ഒരു സമൂഹത്തെ നന്നാക്കിയത് യുഅല്ലിമുഹുമുൽ കിതാബ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്, വൽ ഹിക്മ, തത്വജ്ഞാനവും, വയുസക്കീഹിം, അങ്ങനെയാണ് അവരെ ശുദ്ധീകരിച്ചത്. ഏറ്റവും വലിയ ദഅവത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കലാണ്. ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്, ഖുർആൻ കൊണ്ട് ഉത്ബോധനം നടത്തുക. താക്കീതുകളെ ഭയപ്പെടുന്നവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അവരെ നന്നാക്കി തീർക്കേണ്ടത്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യുക. അപ്പോൾ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കലാണ്. ഏറ്റവും വലിയ ദഅവത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കലാണ്. അതുകൊണ്ട് ദഅവത്തിൻ്റെ ഏറ്റവും വലിയൊരു മേഖല എന്നത് പരിശുദ്ധ ഖുർആൻ സ്വയം പഠിക്കുക, പരമാവധി മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് ഈ ഹദീസ്. ഈ ഹദീസ് ഹിഫ്ളാക്കാൻ വളരെ എളുപ്പമാണ്. ഇമാം ബുഖാരി റഹിമഹുള്ളയാണ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഖൈറായവൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഇതിൽ വലിയൊരു സന്തോഷ വാർത്തയുണ്ട്, അതോടൊപ്പം ഒരു ഉത്ബോധനം കൂടിയുണ്ട്. ആർക്കൊക്കെ? മദ്രസകളിൽ കുട്ടികൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകന്മാർ. ശരിക്കും ശ്രദ്ധിക്കുക. കേവലം മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, ആളുകൾ പലപ്പോഴും മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ എന്ന് പറഞ്ഞാൽ അവരെ സമൂഹത്തിൽ വേറെ പണികളൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ അതിനൊന്നും കെൽപ്പില്ലാത്ത, അതിനൊന്നും തൻ്റെ ഇടമില്ലാത്ത, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആളുകൾ ചെയ്യുന്ന ഒരു ഏർപ്പാട് എന്നുള്ള നിലക്കാണ് കുട്ടികൾക്ക് മദ്രസയിൽ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ പലരും കരുതിയിട്ടുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല. അവർ ചെയ്യുന്നതിനേക്കാൾ മഹത്വമേറിയ ഒരു പണി വേറെ ആരും ചെയ്യുന്നില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിരിക്കുന്നു. മഹത്വമേറിയ ബൽഹുവ ഖുർആനും മജീദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ, മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ടുള്ള അതുല്യമായ അള്ളാഹുവിൻ്റെ കലാമായ വേദഗ്രന്ഥം കുഞ്ഞുനാളിലെ ചെറിയ കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക. ആ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട അറബി ഭാഷ, ആ അറബി ഭാഷ എഴുതാനും വായിക്കാനും ചേർത്ത് വായിക്കാനും ചേർത്ത് എഴുതാനുമൊക്കെ പഠിപ്പിക്കുക. അലിഫ് ബാ ത എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നീട് അതേപോലെയുള്ള പുസ്തകങ്ങൾ അവലംബിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഖുർആൻ ഓതാനും വായിക്കാനും പഠിപ്പിച്ചു കൊടുക്കുക, അത് എഴുതാൻ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ട് അവർക്ക് ഹിഫ്ളാക്കി കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്ന മദ്രസാധ്യാപകർ, കോളേജിലെ അധ്യാപകന്മാർ, സ്കൂളുകളിലെ അധ്യാപകന്മാർ, യൂണിവേഴ്സിറ്റികളിലെ, മറ്റു മദ്രസകളിലെ, മസ്ജിദുകളിൽ ദർസെടുക്കുന്നവർ എല്ലാവരും ചെയ്യുന്നത് ഏറ്റവും ഖൈറായ കാര്യമാണ്. അതുകൊണ്ട് മദ്രസകളിൽ നിന്നോ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിക്കുന്ന ദുനിയാവിൻ്റെതായ തുച്ഛമായ വിഭവങ്ങളിലായിരിക്കരുത് നമ്മളുടെ ശ്രദ്ധ. അൽഹംദുലില്ലാ, അത്തരത്തിലുള്ള മുക്കാഫഅത്തുകളോ അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് ഏതെങ്കിലും നിലക്ക് ശമ്പളം വാങ്ങുന്നതോ ഇസ്ലാം ഒരിക്കലും വിലക്കിയിട്ടില്ല, ഹറാമല്ല. പക്ഷെ ഒരിക്കലും നമ്മുടെ ലക്ഷ്യം അതായിരിക്കരുത്. അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഈ മഹത്തായ ഫദ്ല് നമുക്ക് നഷ്ടപ്പെടും. ഈ ഒരു ബോധം ഞാനടക്കമുള്ള മുഴുവൻ ആളുകൾക്കും ഉണ്ടാവണം. നാമൊക്കെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു, എല്ലാവർക്കും വിശദീകരിച്ചു കൊടുക്കുന്നു. ധാരാളം സംരംഭങ്ങൾ ഇന്നുണ്ട്, ഓൺലൈനിലൂടെയും അല്ലാതെയും. എല്ലാവരും ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനുമൊക്കെ സന്നദ്ധമായി മുന്നോട്ട് വന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, വലിയ ഫദ്ല് തന്നെയാണത്, വലിയൊരു ഷിആർ തന്നെയാണത്, ഇസ്ലാമിൻ്റെ അടയാളങ്ങളുടെ ഒരു പൂർത്തീകരണം തന്നെയാണത്. നാം അതിൽ സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു. പക്ഷെ ഒരിക്കലും നമുക്കത് നഷ്ടപ്പെട്ടുകൂടാ, അതിൻ്റെ ഫളായിലുകൾ നഷ്ടപ്പെട്ടുകൂടാ. നമ്മുടെ നിയ്യത്ത് അവിടെ ശരിയായിരിക്കണം. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുന്നത്
അത് ചെയ്യുന്ന ആളുകളുടെ മനസ്സിലെ നിയ്യത്ത് എന്താണോ അത് പരിശോധിച്ചിട്ടുകൊണ്ടാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഏതൊരു മനുഷ്യനും ആ അമല് ചെയ്യുമ്പോൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചതും ഉദ്ദേശിച്ചതും അത് മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ്. അത് മാത്രമേ കിട്ടുകയുള്ളൂ. അതാണ് ഇവിടെ ഈ ഹദീസിൽ ഇന്നമൽ അമാലു ബിന്നിയാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയില്ല. ഒരു അമൽ അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് മറ്റൊരു വിഷയമാണ്. എന്നാൽ രണ്ടാമത് പറഞ്ഞ വിഷയം അതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണത്? വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. അർബഊന നവവിയ്യയിലെ ഒന്നാമത്തെ ഹദീസായി നമ്മൾ പഠിച്ചത് അതാണ്. ഓരോ മനുഷ്യനും ഒരു അമല് ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിൽ എന്തായിരുന്നോ ഉദ്ദേശം അത് മാത്രമേ കിട്ടുകയുള്ളൂ, അതിനപ്പുറത്തേക്ക് കിട്ടുകയില്ല. അപ്പോൾ നാം ഖുർആൻ പഠിക്കുമ്പോഴും അത് പഠിപ്പിക്കുമ്പോഴും ദുനിയാവിൻ്റെ നേട്ടമാണോ ഉദ്ദേശിച്ചത് എങ്കിൽ അത് മാത്രമേ കിട്ടുകയുള്ളൂ, പരലോകത്ത് ഒരു ഓഹരിയും ഉണ്ടാവുകയില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രമേ ആഗ്രഹിക്കാവൂ. നാം ആഗ്രഹിക്കാതെ ദുനിയാവിൻ്റെ വല്ലതും നമ്മിലേക്ക് വന്നാൽ അത് സ്വീകരിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ദുനിയാവായാൽ എല്ലാ ഖൈറുകളും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, എന്നെ ഈ ഒരു സീറ്റിൽ ഇരുത്തിയത് ദുനിയാവിൻ്റെ ഒരു ചിന്തയുമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഈ ഒരു ഹദീസാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുവാനുള്ള കാരണം. അതുകൊണ്ട് ഏറെ ഗൗരവത്തോടു കൂടി ഈ ഹദീസും അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും നമ്മൾ മനസ്സിലാക്കുക. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരിക്കൽ കൂടി നമുക്കതൊന്ന് വായിക്കാം. حدثنا حجاج بن منهال حدثنا شعبة قال أخبرني علقمة بن مرثد سمعت سعد بن عبيدة عن أبي عبد الرحمن السلمي عن عثمان رضي الله تعالى عنه عن النبي صلى الله عليه وسلم قال خيركم من تعلم القرآن وعلمه قال وأقرأ أبو عبد الرحمن في إمرة عثمان في إمرة عثمان حتى كان الحجاج قال وذاك الذي أقعدني مقعدي هذا. ഇതാണ് ഈ ഹദീസ് ഉൾക്കൊള്ളുക. ഈ സനദിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവർ. എന്നെ ഈ സീറ്റിൽ ഇരുത്തിയത് അത് തന്നെയാണ് വർഷങ്ങളോളം എന്ന് അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ ആത്മാർത്ഥമായി പഠിക്കുകയും അതേപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ മഹത്തായ പഠന സംരംഭം ഏറെ ആത്മാർത്ഥമായി നാം ശ്രവിക്കുകയും ഇതിൽ ഭാഗവാക്കാക്കുകയും ചെയ്യുക. ഇതിൽ പറയപ്പെടുന്ന ഹദീസുകളെ പരമാവധി ഹിഫ്ളാക്കാനും അമലാക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. പരമാവധി ആളുകളിലേക്ക് ഈ ദർസ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.